ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അർജുന് വേണ്ടിയുള്ള വാർത്തകൾക്ക് വേണ്ടിയാണ്. ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഗംഗാവലി നദിയിൽ ലോറി കണ്ടെത്തിയ സ്ഥലത്ത് നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധരാണ് പരിശോധന നടത്തുന്നത്. സിജു കണ്ണൻ ചേരുന്നു. സിജു, രാവിലെ തന്നെ രാജധാനി എക്സ്പ്രസിൽ ദില്ലിയിൽ നിന്നുള്ള റഡാർ സംവിധാനം അവിടെ എത്തുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം അത് വെച്ചുള്ള പരിശോധന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കും എന്നറിയുന്നു. ഒപ്പം തന്നെ നേവിയുടെ സ്കൂബി ഡൈവർമാർ അവിടെ തയ്യാറായി നിൽക്കുന്നു. അവർ ബോട്ടുകളിലേക്ക് കയറിയിട്ടുണ്ട് എന്നറിയുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഷമി, 10ാം ദിവസം വളരെ നിർണായകമാണ്. അർജുന് വേണ്ടി കേരളം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 10ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുന്നു. 9ാമത്തെ ദിവസം വളരെ നിർണായകമായ വിവരങ്ങൾ ലഭ്യമായതാണ്. അർജുൻ്റെ ട്രക്ക് ഈ പുഴയിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ഇന്നലെയാണ്. കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരേ ഗൌഡ ഇന്നലെ 3:30 ഈ വിവരം സ്ഥിരീകരിച്ചത്. ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞു, അത് അർജുൻ്റേതാണ് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. അതിൻ്റെ തുടർച്ചയായുള്ള പരിശോധനകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇപ്പോൾ SDRF, NDRF ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ നാവികസേനാ സംഘങ്ങൾ സ്ഥലത്തുണ്ട്. ഇന്ന് രാവിലെയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്ന് രാവിലെ തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ രക്ഷാ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നതിൽ വളരെ പ്രധാനം റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനകളാണ്. അദ്ദേഹം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കാൻ പോകുന്നത്. ഡ്രോൺ രാജധാനി എക്സ്പ്രസിൽ ഡൽഹിയിൽ നിന്ന് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് 11 മണിയോടുകൂടി ആ പ്രവർത്തനം ആരംഭിക്കും ാണ് അദ്ദേഹം പറഞ്ഞത്. കാലാവസ്ഥ അനുകൂലമായാൽ വളരെ പെട്ടെന്ന് തന്നെ ട്രക്ക് കൃത്യമായി കണ്ടെത്താനും ആ സ്പോട്ട് കണ്ടെത്തി തുടർ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ട്രെയിൻ അല്പം വൈകിയതിനാൽ ഏതാണ്ട് 1 മണിക്കൂർ നേരം വൈകിയായിരിക്കും ഈ പ്രവർത്തനം റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാനാവൂ. ഏതായാലും പ്രാഥമികമായി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നാവികസേനയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ 12 മണിക്ക് ശേഷമുള്ള ഈ പരിശോധന റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. സൈന്യത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പരിശോധന നടക്കുക. വളരെ പെട്ടെന്ന് ട്രക്ക് കണ്ടെത്താൻ കഴിയും. ട്രക്ക് കണ്ടെത്തുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനം അതിൻ്റെ ക്യാബിൻ ഭാഗം എവിടെയാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. ക്യാബിൻ ഭാഗം കണ്ടെത്തി ആ ഭാഗം വളരെ പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടക്കുക. നിലവിൽ ഈ കുന്നിൽ നിന്ന് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വന്ന് അത് പുഴയിലേക്കുള്ള ആ ഭാഗത്ത് നിന്ന് 20 മീറ്റർ അകത്തേക്കാണ് ഈ ട്രക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയതെന്നാണ് ഈ കർണാടക അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നും 15 അടി ആഴത്തിൽ, അതായത് 5.5 മീറ്ററോളം ആഴത്തിലാണ് ഈ ട്രക്ക് ഉള്ളത്. അത് കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമാണ്. കാരണം ഈ പുഴയിൽ വലിയ കുത്തൊഴുക്കുണ്ട്, അത്തരം പ്രതിബന്ധങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും ഈ പ്രതികൂലമായ പ്രശ്നങ്ങളെല്ലാം തന്നെ, തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ഇന്നത്തെ രക്ഷാപ്രവർത്തനം വളരെ നിർണായകമായിരിക്കും. 10ാം നാൾ വളരെ പ്രതീക്ഷയുള്ള ഒരു വാർത്ത കേരളത്തിന് കേൾക്കാൻ കഴിയുമെന്നാണ് നിലവിൽ ഈ സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു വിവരമായിരുന്നു ഈ കർണാടക സർക്കാർ സ്ഥിരീകരിച്ചത്. ട്രക്കിൻ്റേതെന്ന് ഉറപ്പിക്കാവുന്ന, അർജുൻ്റെ ട്രക്കാണെന്ന് ഉറപ്പിക്കാവുന്ന വസ്തു അവിടെ കണ്ടെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ട്രക്ക് കണ്ടെത്തി, കൃത്യമായ സ്പോട്ട് കണ്ടെത്തി അത് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലടക്കമുള്ള സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അല്പസമയം മുമ്പാണ്, 5 മിനിറ്റ് മുമ്പാണ് അകത്തേക്ക് പ്രവേശിച്ച ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാവുന്നത്. അല്പസമയത്തിനകം ഇവരോടൊപ്പം ജോയിൻ ചെയ്തുകൊണ്ട് നാവികസേന, അതോടൊപ്പം തന്നെ ഈ NDRF ഉൾപ്പെടെയുള്ള സംഘത്തിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ
സംഘത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിക്കും. 12 മണിയോടുകൂടി ഈ ഡ്രോൺ സംവിധാനം ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. വളരെ അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാവിലെ കൈരളി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ ചോദിച്ചിരുന്നു, എത്ര സമയം എന്നുള്ളതല്ല, ഏറ്റവും വേഗത്തിൽ ഇത് കണ്ടെത്താൻ ശ്രമിക്കുക. ഇതിൻ്റെ ക്യാബിൻ ഭാഗം ആദ്യം കണ്ടെത്തിയതിന് ശേഷം അതിനകത്ത് അർജുൻ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 20 മീറ്റർ പുഴയിലേക്ക്, കരയിൽ നിന്ന് 20 മീറ്റർ പുഴയിലേക്ക് പോവുക. മൺതിട്ടക്കും ഈ കരയ്ക്കുമിടയിലാണ് ഇതുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 15 അടി ആഴത്തിലാണ് ഉള്ളത്. 5.5 മീറ്ററോളം ആഴം വരും. അവിടെയാണ് ഈ സ്ഥാനം നിർണയിച്ചിരിക്കുന്നത്. ഈ ട്രക്ക് ഉണ്ടെന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയാണ് പരിശോധന നടത്തേണ്ടത്. കുത്തൊഴുക്കാണ് പ്രധാന തടസ്സമായിരിക്കുന്നത്. കുത്തൊഴുക്കിന് വലിയൊരു പ്രധാന കാരണം പുഴയുടെ മധ്യഭാഗത്തൊരു മൺകൂന രൂപപ്പെട്ടു. അതിൽ കൂടി വെള്ളം ഒഴുകുന്നില്ല. ഇതിൻ്റെ 2 വശത്തുകൂടി ഒഴുകുമ്പോൾ സ്വാഭാവികമായും വലിയ ഒഴുക്ക് അനുഭവപ്പെടും. ഈ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നാണ് നാവികസേനയുടെ ഭാഗത്തു നിന്നും നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും പരിശോധനകളെ വളരെ ശ്രദ്ധാപൂർവം പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. സിജു, ഇനിയിപ്പോൾ ഏവരും പ്രതീക്ഷയോടെ നോക്കുന്നത് നേവിയുടെ, നമ്മുടെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ നദിയുടെ ആഴങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. അവർ അവിടെ ചെന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമ്മൾക്ക് ലഭ്യമാവുകയുള്ളൂ. പക്ഷേ ഇതിന് തടസ്സമായി നിൽക്കുന്നത് സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോഴും ഗംഗാവലി പുഴയിൽ. കാരണം ഇന്നലെ രാത്രി വരെയും വലിയ തോതിൽ മഴ പെയ്തു. മലയോരങ്ങളിൽ വലിയ മഴയാണ്. അത് ആ വെള്ളമെല്ലാം കുത്തിയൊലിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം വിസിബിലിറ്റിയാണ്. ഈ വെള്ളം കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നതിനാൽ വലിയ തോതിൽ കാഴ്ച അതിൻ്റെ അകത്ത് ലഭ്യമാകാത്ത ഒരു സാഹചര്യം, വിസിബിലിറ്റി വളരെ കുറവായ ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിലിൽ വലിയ തോതിൽ മരങ്ങളും കമ്പുകളുമെല്ലാം ഈ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം തന്നെ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കൊരു തടസ്സമായി വരുന്നുണ്ട്. എങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് പോയി ഏതാണ്ട് 20 മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും അത് തിരിച്ചറിയാനും മുങ്ങൽ വിദഗ്ധർക്ക് എത്ര സമയം വേണ്ടിവരും സിജു? ഷമി, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പുഴയിൽ വലിയ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വലിയ കുന്നിടിഞ്ഞ് റോഡിൽ കൂടി വന്ന് പുഴയുടെ മധ്യഭാഗത്ത് ഒരു മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മണൽത്തിട്ട രൂപപ്പെട്ടതിനാൽ കൃത്യമായും പുഴ സാധാരണ നിലയിൽ, നേരത്തെ ഒഴുകിയിരുന്ന നിലയിലല്ല ഒഴുകുന്നത്. കാരണം ഈ മണൽത്തിട്ടയുടെ ഭാഗത്തുകൂടി നീരൊഴുക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ 2 വശത്തു കൂടിയാണ് നീരൊഴുക്ക്. അപ്പോൾ സ്വാഭാവികമായും ആ നീരൊഴുക്ക് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മധ്യഭാഗത്തു കൂടി കൃത്യമായി നീരൊഴുക്കില്ലാത്തതിനാൽ, അതോടൊപ്പം മഴ, ശക്തമായ കാറ്റ് ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇപ്പോൾ കാണാം, ഇവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയാണ്. സാധാരണ നിലയിലുള്ള മഴയല്ല പെയ്യുന്നത്. അതിതീവ്രമായ മഴ എന്ന് തന്നെ പറയാം. ഈ മഴയും ഒരു പ്രതിബന്ധമാണ്. നേരത്തെ ഷമ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ കുത്തൊഴുക്ക് വലിയ പ്രശ്നമായി അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് കൃത്യമായും ഈ അടയാളപ്പെടുത്തിയ സ്പോട്ടിലേക്ക് എത്തുന്നതിനുള്ള ഒരു പരിമിതി, അതോടൊപ്പം തന്നെ ശക്തമായ മഴയുള്ളതിനാൽ കലങ്ങി മറിഞ്ഞാണ് ഗംഗാവാലി പുഴ ഒഴുകുന്നത്. അവർക്ക് കൃത്യമായും ഒരു കാഴ്ച, ഈ ട്രക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു ബുദ്ധിമുട്ട് നേരിടും എന്നുള്ളതാണ്. മറ്റൊന്ന് കാറ്റാണ്. ആ കാറ്റ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് അത് വലിയ രീതിയിലുള്ള തടസ്സമുണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായും ഇതിൻ്റെ ഒരു നിശ്ചിത ഉയരത്തിൽ, ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്പോട്ടിൽ 20 മീറ്റർ കരയിൽ നിന്ന് അകത്തേക്ക്, ആ മൺതിട്ടയ്ക്ക് ഇടയിലുള്ള സ്ഥലത്ത്, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് കൃത്യമായും ഒരു നിശ്ചിത ഉയരത്തിൽ ഈ ഡ്രോൺ നിർത്തിയതിന് ശേഷം മാത്രമേ ഈ പരിശോധന കൃത്യമായി നടത്താൻ സാധിക്കൂ. നിശ്ചിത ഉയരത്തിൽ നിർത്തണം. അതിന് കാറ്റ് തടസ്സമാകരുത്. ബുദ്ധിമുട്ടില്ലാതെ ഡ്രോണിനെ ഒരു നിശ്ചിത ഉയരത്തിൽ അത് നിർത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അത് സാധിച്ചാൽ മാത്രമേ
കൃത്യമായും ഈ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള ഈ പരിശോധനകൾ വളരെ കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയും. ആ പരിശോധന വളരെ നിർണായകമാണ്. ട്രക്കിന്റെ ക്യാബിൻ ഭാഗം കണ്ടെത്തണം, അത് ട്രക്കിന്റെ എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ നൽകിയ പ്രധാന വിവരം ട്രക്ക് കുത്തനെയാണ് ഉള്ളത് എന്നാണ്. അത് ഈ മൺതിട്ടയുടെ ഭാഗത്തായി കുത്തനെയാണ് ട്രക്ക് ഉള്ളത്. എന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ക്യാബിൻ ഭാഗമാണോ മുകളിലേക്ക് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണം, അതറിയണം. ഇപ്പോൾ ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ അതിന് സാധ്യമാകൂ. ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ശക്തമായ കാറ്റ്, അതാണ് ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റ് ഈ പ്രദേശത്ത്. തീർച്ചയായും സിജു, നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഷിരൂരിൽ അതിശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. ഇന്നലെയും ഇതേ സമാനമായ സാഹചര്യമാണ് സന്തോഷ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും